രാത്രിയിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കും എന്നുള്ള ഗവേഷണത്തിന്റെ പുറത്ത് നിന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്നൊരു കോള് വരുന്നത്. വാട്ടർ ബ്രേക്കായി കുഞ്ഞാവെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, മിക്കവാറും ഇന്ന് രാത്രി തന്നെ ഡെലിവറി കാണുമെന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് കേട്ടപ്പോ ഒന്ന് ടെൻഷൻ അടിച്ചെങ്കിലും സന്തോഷം കൊണ്ടിട്ട് ഇരിക്കാൻ വയ്യായിരുന്നു കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, അത് ആകെ പാടെ ഒരു വെപ്രാളം പിടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞിന് കിടക്കാനുള്ള ബെഡും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാരിപ്പെറുക്കി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു ബേബിക്കുള്ള ബെഡൊക്കെ എടുത്ത് ഡിക്കിയിൽ ഭദ്രമാക്കി വെച്ചിട്ട് വണ്ടിയിൽ കയറിയിരുന്നപ്പോഴാണ് എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നത്. കുക്ക് ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങോട്ട് പോകുന്ന വഴി ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയപ്പോഴാണ് എൻ്റെ ഒരു കടുത്ത ആരാധകനെ ഞാൻ കാണുന്നത് ഗൈസ്. ഞാനിപ്പോൾ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ, ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അവിടുന്ന് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി അബിന്റെ സിസ്റ്ററെ അമ്മയും കൂട്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴേ കാശിക്കുട്ടൻ ആകപ്പാടെ അങ്ങ് ത്രില്ലടിച്ച് നടക്കുമായിരുന്നു ഗൈസ്. എൻ്റെ ഒരു കണക്കെടുപ്പും വിലയിരുത്തലും ശരിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എക്സൈറ്റ്മെന്റ് നമ്മുടെ കാശിക്കുട്ടൻ തന്നെയാണ് കേട്ടോ. ബാബയും കൊണ്ടേ വരുത്തോളം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ ആള്. ഇവിടെ ആണെങ്കിൽ ഒരാൾ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. അമ്മയാണെന്നോട്ട് ഇടയ്ക്കിടയ്ക്ക് അകത്ത് കയറി ചോദിക്കുന്നുണ്ട് കേട്ടോ. പോകുമ്പോഴെല്ലാം നമ്മുടെ കാശിക്കുട്ടനുണ്ട് കേട്ടോ കൂടെ. ഒരു 7:30 മുതൽ ലേബർ റൂമിന്റെ വാതിലിൽ ഇരിക്കാൻ തുടങ്ങിയെങ്കിലും 12:30 1 മണിയായിട്ട് പോലും ഞങ്ങൾക്ക് ഒരു അപ്ഡേഷൻ കിട്ടിയില്ല കേട്ടോ. പെയിൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നോർമലി പെയിൻ വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാന്നാണ് കേട്ടോ പറഞ്ഞത്. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ കാശിക്കുട്ടനെയും കൂടെ ഇറക്കിയിട്ട് എവിടെങ്കിലും ഒന്ന് ചാരിയിരിക്കാന്ന് വിചാരിച്ചപ്പോൾ ഗൈസ് അവൻ ഉറങ്ങുന്നില്ല ഗൈസ്. ബേബിയെ ഇപ്പൊ കൊണ്ടുവരും, ബേബിയെ കൊണ്ട് വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കഥ പറച്ചിലും കഥ കേൾക്കാൻ പറ്റിയ മൂഡിലിരിക്കുകയായിരുന്നല്ലോ ഞാനപ്പോൾ. സ്വന്തം പ്രോപ്പർട്ടി ആയിപ്പോ അല്ലെങ്കിൽ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തു പോയേനെ ഗൈസ്. അങ്ങനെ വെളുപ്പാങ്കാലം ഒരു 3-3:30 ആയപ്പോഴത്തേക്ക് ഒരു വലിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതാ ഈ അവസ്ഥയിലാക്കി ഞാൻ അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഡെലിവറി എന്തായാലും നാളെ കാണത്തുള്ളൂ. നമുക്ക് പോയിട്ട് നാളെ വരാം. ടാറ്റാ.